ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 10ാമത്തെ പാഠഭാഗം, അതായത് യൂണിറ്റ് 4 കബ് തക്ക് എന്ന പേരായിട്ടുള്ള കവിതയുടെ ആക്ടിവിറ്റീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, അതും പഠിക്കുക. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസ് എന്താന്ന് നോക്കാം. സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലീഗേ. സമാന ആശയമുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. എക്സാമിന് ഏതായാലും വരുന്ന ക്വസ്റ്റ്യനാണിത്. നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ ആശയം നോക്കാം. അപ്പന പരിചയ് ജാനനെ കെ ലിയെ ദൂസരോं का इंतजार नहीं करो. അപ്പന പരിചയ് ജാനനെ കെ ലിയെ, തന്റെ ഐഡന്റിറ്റി അറിയാൻ, ദൂസരോं का മറ്റുള്ളവരെ, ഇന്തസാർ നെയ്യും കരോ പ്രതീക്ഷിക്കരുത്. ഇതേ ആശയമുള്ള വരികൾ നിങ്ങൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, ഏതാണ് ആ വരികൾ നമുക്ക് പഠിക്കാം. കബ് തക് ജോഹത്തെ രഹോഗെ അപ്പനി പഹചാൻ ജാനനെ കെ ലിയെ ദൂസരെ കാ മോഹ്. ഇതാണ് ഈ വരികളുടെ ആശയമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അതായത് അപ്പന പരിചയ് ജാനനെ കെ ലിയെ, തന്റെ ഐഡന്റിറ്റി അറിയാൻ, ദൂസരോ കാ ഇന്തസാർ നെയ്യും കരോ മറ്റുള്ളവരെ പ്രതീക്ഷിക്കരുത്. ഇന്തസാർ കർണ, പ്രതീക്ഷ കർണ. ഓക്കെ, ഇനി അടുത്ത ആശയം നോക്കാം. ഐസി ആശ ചോടുതോ കി തുമാരെ ലിയെ സംഘർഷ് കർണ കോയി ആയേഗ. ഐസി ആശ, അങ്ങനെയുള്ള ആഗ്രഹം, ചോടുതോ ഉപേക്ഷിക്കൂ, എന്തെന്നാൽ തുമാരെ ലിയെ, നിങ്ങൾക്ക് വേണ്ടി, സംഘർഷ് കർണേ, സംഘർഷം ചെലുത്തുക, അതായത് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, കോയി ആയേഗ, ആരെങ്കിലും വരും എന്ന പ്രതീക്ഷ ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണ്ടി ശബ്ദമിടാൻ ആരെങ്കിലും വരും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും വരും എന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവരുത്. ഏതാണ് ആ വരികൾ വായിക്കാം. അവർ കബ് തക്ക് ആസരേമേ രഹോഗേ കി കോയി ആയേ അവർ തുമാരെ ലിയെ ലഡേ. ഇതാണ് ആശയം, ഇതാണ് ആ വരികൾ. അടുത്ത ആശയം. कोई भी तुम्हारे दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. कोई भी, ആരും, തുമാരെ ദുഃഖ്, നിങ്ങളുടെ ദുഃഖം, ദൂർ കർണേക്കോ, ദൂരീകരിക്കാൻ, തയ്യാർ നെയ് ഹോഗ, തയ്യാറാവില്ല, ജിസ്സെ, ഏതുകൊണ്ടാണോ, ഉസ്കെ, അവരുടെ, ദുഃഖ് കി വൃദ്ധി ഹോ, ദുഃഖം വർദ്ധിക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ ആരും തന്നെ ചെയ്യില്ല. ഓക്കെ, അടുത്തത് നോക്കാം. അതിൻ്റെ ഇതേ ആശയമുള്ള വരികൾ നോക്കാം. ക്യോം കരേഗ കോയി തുമാരി വ്യഥാ കാ നിരാകരൺ അപ്പനി വ്യഥാ ബഡാനെ കെ ലിയെ. ക്യോം കരേഗ കോയി തുമാര, എന്ത് ചെയ്യും, കോയി തുമാരി, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, വ്യഥാ കാ നിരാകരൺ, അതായത് നിങ്ങളുടെ ദുഃഖം ദൂരീകരിക്കാൻ വേണ്ടി, അപ്പനീ വ്യഥ ബഡാനേക്ക്, തൻ്റെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ട് ആരും അതിന് തയ്യാറാവില്ല. ഓക്കെ, അതാണ് വരികൾ. ഇനി അടുത്ത് നോക്കാം. കവിതാ പർ ചർച്ചാ കരി അവർ ഐസേ മഹാപുരുഷോം കെ നാം ജോഡേ. കവിതാ പർ ചർച്ചാ കരി, കവിതയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക. ഐസേ മഹാപുരുഷോം കെ, എന്നിട്ട് അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ, ജോഡെ, ആരുടെ പേര് ചേർക്കൂ, ജിനോനെ സമാജിക്ക് ഉദ്ധാനിക്കല്, ഏതൊരുമാണ് സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അപ്പനീ ജിന്ദഗി കാ സമർപ്പൺ കിയ, തൻ്റെ ജീവിതം തന്നെ അർപ്പിച്ചത്, സമർപ്പണം ചെയ്തത്, അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ, അങ്ങനെയുള്ള ഫേമസ് ആയ ആളുകളുടെ പേര് നിങ്ങൾ സമർപ്പിക്കണം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ആരൊക്കെയായിരുന്നു ആ മഹാപുരുഷന്മാർ എന്നാണ് പറയുന്നത്. അതായത് കവിതയെ ചർച്ച ചെയ്തിട്ട് അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ, സമൂഹത്തിൽ ഉയർന്ന ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാപണ്ഡിതന്മാരാണ് ഇവർ. ഇവരെ പേര് നോക്കാം. ശ്രീമതി അക്കമ്മ ചെറിയാൻ, 1 ശ്രീമതി അക്കമ്മ ചെറിയാൻ, 2 ശ്രീനാരായണ ഗുരു, 3 മഹാത്മാ അയ്യങ്കാളി, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മഹാപുരുഷന്മാർ. ഓക്കെ, അടുത്തത്. കവിതാമേ കോയി ശബ്ദ കാ പ്രയോഗ ബാർ ബാർ ഹുവാ ഹൈ. കവിതയിൽ കോയി എന്ന ആ വാക്ക് പ്രയോഗം, ആരും എന്ന ആ പ്രയോഗം, ബാർ ബാർ ഹുവാ ഹൈ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നു. യഹ് കിസ്കോ സൂചിത കർത്ത, ഇത് ഈ ആരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം. പുരാനേ സമയ സമാജ് മേം, പുരാനേ സമയ, പഴയ കാലഘട്ടങ്ങളിൽ,
സമാജമേ സമൂഹത്തിൽ അനേക അനേകം മഹാപുരുഷന്മാരുണ്ടായിരുന്നു, അതായത് ഫേമസ് ആയ ആളുകളുണ്ടായിരുന്നു. ഉനോനെ അവർ സ്വയം കഷ്ട സഹക്കർ, അവരൊക്കെ സ്വയം കഷ്ടം സഹിച്ചിട്ട് ദൂസരോംക്ക് കഷ്ട ദൂർ കർത്തേത്തെ, മറ്റുള്ളവരുടെ കഷ്ടം ദൂരീകരിച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ആജ്കൽ ഈ ഇടയായിട്ട് ഐസാ കർണേവാല നെഹി മിലേഗ, അങ്ങനെയുള്ളവരെ കാണാൻ കഴിയില്ല. സമാജ് സേവക് മഹാപുരുഷോംകോ കവിനെ കോയി കഹാഹെ, സമാജ് സേവക് മഹാപുരുഷോംകോ സാമൂഹിക സേവനം നടത്തുന്ന മഹാപുരുഷന്മാരെയാണ് കവി കോയി കഹാഹെ, കോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രയോഗ കി വിശേഷത പജാന, ഈ പ്രയോഗത്തിന്റെ വിശേഷത നിങ്ങൾ തിരിച്ചറിയണം. മൂഹ് ജോഹിന എന്നത് എന്താണ്? ദൂസരോം പ്ര ആശ്രിത് ഹോന, മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുക, മൂഹ് ജോഹിന. പാഠ് ജോഹിന പ്രതീക്ഷ കർണ, പാഠ് ജോഹിന പ്രതീക്ഷ കർണ, ഇതാണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് കവിതാക്ക ആശയിലേക്ക്, കവിതയുടെ ആശയം എഴുതുക. കവിതാക്ക ആശയം, കബ് തക്ക് വന്ദന ടേട്ടേക്ക് കവിത ഹെ, കബ് തക്ക് എന്ന ഈ ഒരു കവിത വന്ദന ടേട്ടയുടെ കവിതയാണ്. ഇസ്മേം ഈ കവിതയിൽ ആത്മാഭിമാൻ കാ മഹത്വ ബതായ ഗയാ ഹെ, ആത്മാഭിമാനത്തിന്റെ മഹത്വമാണ് പറഞ്ഞിരിക്കുന്നത്. കവി കഹത്താ ഹെ കി, കവി പറയുകയാണ് എന്തെന്നാൽ അപ്പന വ്യക്തിത്വ ജാനേ കെ ലിയെ, തന്റെ വ്യക്തിത്വം അറിയാൻ വേണ്ടിയിട്ട് ദൂസരോംകോ പ്രതീക്ഷ മത്കർ, മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത്. കോയി തുമാരിലെ ലഡ്നനയോഗ, ആരും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരില്ല. തും അപ്പന ഇതിഹാസ് സ്വയം രചോ, നിങ്ങൾ നിങ്ങളുടെ ഇതിഹാസം സ്വയം രചിക്കൂ. അപ്പനി ഉന്നതി കെലിയെ, തൻ്റെ ഉന്നതിക്ക് വേണ്ടി അവതാരവും കി പ്രതീക്ഷ നഗരവും, മറ്റുള്ളവരെ പ്രതീക്ഷിക്കരുത്. ദൂസരോം കാ ദുഃഖ ദൂർക്കർ, മറ്റുള്ളവരുടെ ദുഃഖം ദൂരീകരിച്ചിട്ട് അപ്പനാ ദുഃഖ ബടാനേ കെലിയെ, തൻ്റെ ദുഃഖം ഉയർത്താൻ വർദ്ധിപ്പിക്കാൻ ആജ് ഇന്ന് കോയി തയ്യാറേ, ഇന്ന് ആരും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ധ്യാനൊക്കെ ഇത് ഓർമ്മയിരിക്കട്ടെ കി എന്തെന്നാൽ ആത്മാഭിമാൻ ഹി സബ്സെ ബഡാ ഹെ, ആത്മാഭിമാനത്തിൻ്റെ അത്ര വേറെ ഒന്നും ഇല്ല. ആത്മാഭിമാനം തന്നെയാണ് സബ്സെ ബഡാ, ഏറ്റവും വലുത്. ഓക്കെ, അപ്പം നമ്മൾ ആക്ടിവിറ്റീസ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ലൈക്കൊന്നും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.